ഇതുവരെ പോവാത്തൊരു കൺട്രി പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ തേസേൻ്റെ ജോയിനിങ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സൈൻ ഓഫും ലേറ്റ് ആവും. ഇപ്പോൾ മൂപ്പർക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പക്ഷേ ഗുൽസു വലുതാവുമ്പോൾ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ആ ഡേ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഗുൽസുവിനെ കൂട്ടി ഇന്ന് ഞാനും ഗുൽസുവും അമ്മയും എവിടേക്കെങ്കിലുമൊക്കെ പോവാമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലെ ആദ്യത്തെ ഓപ്ഷൻ എന്നും എപ്പോഴും ദുബായ് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് തേസേട്ടനില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു കംഫർട്ട് സ്പേസാണ് ഇവിടെ. എൻ്റെ ഫാമിലി ഉണ്ട്, ഏട്ടനുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കുൽസൂനായാലും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു തേസേട്ടൻ്റെ, അതായത് തേസേൻ്റെ അച്ഛനമ്മ അവരുടെ എല്ലാവരുടെയും കൂടിയും ഗുൽസൂന് ഒരു ഡേ ആഘോഷിക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഗുൽസൂൻ്റെ പിറന്നാൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് അങ്ങനെ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ ഗുൽസുൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് എയർപോർട്ടിൻ്റെ ലോഞ്ചിലാണ്. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസും ഷോക്കൊക്കെ കിട്ടി. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. യെസ്, ഞാൻ എക്കോണമി ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ദീവോട്ടനൊന്നും ചെയ്യരുത് വെച്ചിട്ട് ഞാൻ ആദ്യം കൂട്ടി തന്നെ ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തു. എക്കോണമിയിലാണ് ബുക്ക് ചെയ്തത്, എമിറേറ്റ്സിൽ.